സിമ്പിളാണ് ഈ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനിതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിതിൻ്റെ വീഡിയോൻ്റെ എൻഡിൽ കൊടുത്തേക്കാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടൊരു ബാഗാണ് കേട്ടോ. ആ ബാഗ് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനാണ്. സിമ്പിളായിട്ട് ഒരു 2 മണിക്കൂർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ 2 മിക്സ് ഓഫ് യാണാണ്. ഒന്ന് വന്നിട്ട് ബ്രൗൺ ഷെയ്ഡ് ഇത് ബാഗിൻ്റെ ബേസിന് വേണ്ടിയിട്ടും, പിന്നെ വന്നിട്ട് കാരമൽ ഷെയ്ഡ് ബാഗിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടും. അതല്ലാതെ ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രിങ്സ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇത് അക്രിലിക് DK വെയിറ്റ് ആണെങ്കിൽ ഞാൻ ചെയ്തതാണ്. അക്രിലിക് ബാഗ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് ഇട്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ വെയിറ്റ് താങ്ങത്തില്ല. അതായത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ റൗണ്ട് ബേസ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓവലല്ല, റൗണ്ട് ബേസ് ആണ് ഉണ്ടാക്കുന്നത്. റൗണ്ട് ബേസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു മാജിക് സർക്കിളാണ്. മാജിക് സർക്കിൾ ഞാൻ ഇട്ടു. അതിനുശേഷം 2 ചെയിൻ ഇട്ടിട്ട് 12 ഡബിൾ ക്രൂഷ്യയാണ് നമ്മൾ ഈ മാജിക് സർക്കിളിലോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചെയിൻ അല്ലാതെ കേട്ടോ. ചെയിൻ 2 ഇട്ടു. അതിനുശേഷം 12 ഡബിൾ ക്രൂഷ്യ നമ്മൾ ഈ ഒരു മാജിക് സർക്കിളിലോട്ട് ചെയ്യാണ് കേട്ടോ. ആ 12 ഡബിൾ ക്രൂഷ്യ മാജിക് സർക്കിളിലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയാണ് വന്നത്. എന്നിട്ട് ആ ചെയിൻ 2 ചെയ്തില്ലേ നമ്മൾ ഫസ്റ്റ്, ആ ചെയിൻ 2ൻ്റെ രണ്ടാമത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ബിൽഡ് ചെയ്യാണ്. നെക്സ്റ്റ് റൗണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ചെയിൻ 2 ഇടാണ്. നിങ്ങൾ ഒരു ബിഗിനർ ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്ക് ആ ഹൈറ്റ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ 2 വട്ടമാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രൂഷ്യ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഇൻക്രീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ 1 ഡബിൾ ക്രൂഷ്യ ചെയ്തു, 2 ഡബിൾ ക്രൂഷ്യ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് നോർമലി നമ്മളൊരു സർക്കിൾ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ ഇനി എല്ലാ സ്റ്റിച്ചിലോട്ടും 2 ഡബിൾ ക്രോഷ്യ വീതം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രണ്ടാമത്തെ റൗണ്ടിൽ എല്ലാ ഡബിൾ ക്രൂഷ്യയിലും ഇൻക്രീസ് ചെയ്ത് 2 വട്ടം ഡബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെയും ആ മുന്നേ ചെയ്ത 2 ചെയിനിലോട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ 24 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. നമുക്ക് ഒരു റൗണ്ടും കൂടെ ചെയ്യാം ഈ ഒരു ചെറുതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇനി തേർഡ് റൗണ്ടിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ 2 ഇടുക. അതിനുശേഷം ഒരെണ്ണത്തിൽ, അതായത് നെക്സ്റ്റ് വണ്ണിൽ ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ ഇടാം. അതിനുശേഷം ഡബിൾ ക്രൂഷ്യ ചെയ്താൽ മതി. ഫസ്റ്റ് വണ്ണിൽ ഡബിൾ ക്രൂഷ്യ ചെയ്യാം. സെക്കൻഡ് വണ്ണിൽ 2 ഡബിൾ ക്രൂഷ്യ ചെയ്യുക, അതായത് ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നത്തെ റോല് നമ്മൾ എല്ലാം ഇൻക്രീസ് ആണ് ചെയ്തതെങ്കിൽ ഈ ഒരു റോല് വരുമ്പോൾ ആദ്യത്തേൽ ഡബിൾ ക്രൂഷ്യയും ഒരെണ്ണവും, രണ്ടാമത്തേൽ 2 എണ്ണവും ചെയ്യുക. എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുക. അതായത് നെക്സ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വണ്ണിൽ 2 ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ഓക്കെ, എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. 1 ഡബിൾ ക്രൂഷ്യ ചെയ്യുക. അടുത്തതിൽ 2 ഡബിൾ ക്രൂഷ്യ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, 1 2. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 36 സ്റ്റിച്ചസ് ആണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വരിക. ഒന്നെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. രണ്ടും ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻക്രീസും കൂടെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 36 സ്റ്റിച്ചുള്ള നെക്സ്റ്റ് റൗണ്ട് കിട്ടിയിട്ട്, അപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ കാണിക്കണം. അപ്പം നിങ്ങൾക്ക് വലിയ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോരല്ലോ അല്ലേ, ഈ ഒരു ചെറുത് പോരാ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 3 റൗണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ പെയറായിരുന്നു, ഒരൊറ്റ പെയർ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഓരോ റൗണ്ട് വരുമ്പോഴും 1 പെയർ, 2 പെയർ, 3 പെയർ, 4 പെയർ, 5 പെയർ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ പെയറിൽ നമ്മൾ എല്ലാം ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ പെയറിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നോർമലായിട്ട് ചെയ്തു, അതായത് ഒരൊറ്റ ഡബിൾ ക്രൂഷ്യ ചെയ്തു. രണ്ടാമത്തേൽ ഇൻക്രീസ് ചെയ്തു. മൂന്നാമത്തെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേൽ ഇൻക്രീസ് ചെയ്യുക, ബാക്കിലത്തെ 2 എണ്ണത്തിലും ഓരോരോ ഡബിൾ ക്രൂഷ്യ വീതം വെച്ച് ചെയ്യുക. ഇത് ഞാൻ ആ ഒരു സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണതാട്ടോ. അപ്പോൾ നോർമലി ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ ആദ്യത്തേൽ ഇൻക്രീസ് ചെയ്യുക, ബാക്കിലത്തെ എല്ലാത്തിലും ഓരോരോ ഡബിൾ ക്രോഷ്യ വീതം വെച്ച് ചെയ്യാം. അപ്പോൾ ഓർഡർ എങ്ങനെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാജിക് സർക്കിൾ ഇട്ടിട്ട് 12 DC ഇടുന്നത് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് റോ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ റോയിൽ ഒരൊറ്റ പെയർ വരും, അതിൽ ഒരു ഇൻക്രീസ് കംപ്ലീറ്റ് ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തെ റോയിൽ 2 പെയർ വരും, അപ്പോൾ ആദ്യത്തേൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക, രണ്ടാമത്തേൽ 2 ഡബിൾ ക്രോഷ്യ വീതം വെച്ച് ചെയ്യുക. മൂന്നാമത്തത് അതായത് ഓഡ് നമ്പർ വന്നു കഴിയുമ്പോൾ ആദ്യം ഇൻക്രീസ് ചെയ്യുക, ബാക്കി 2 നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഓരോരോ ഡബിൾ ക്രോഷ്യ വീതം വെച്ച് ചെയ്യുക. നാലാമത്തെ ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ 3 ഓരോരോ ഡബിൾ ക്രോഷ്യ വീതം വെച്ചിട്ടും ലാസ്റ്റിലത്തേലാണ് ഇൻക്രീസ് വരിക. ഓക്കെ, ഞാൻ ആ വലിയ ബാഗിന് വേണ്ടിയിട്ട് ഇതിൽ റോ 7 വരെയാണ് ചെയ്തത് കേട്ടോ. അതായത് 96 സ്റ്റിച്ചസ് വരെ വരും. നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ അത്രയും കൂട്ടിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്, ഈ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ഈ ബേസ് ഉണ്ടാക്കിയിട്ട് ഈ സെയിം കളറിൽ നമുക്കിങ്ങനെ മുകളിലോട്ട് ബിൽഡ് ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 റോ നോർമലി ചെയ്യുന്നത്, ഇപ്പം 36 ഞാൻ നിർത്തിയതെങ്കിൽ 3 റോ 36 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓരോരോ ഡബിൾ ക്രോഷ്യ ഓരോരോ ചെയിൻ സ്പേസിലോട്ട് ഓരോരോ സ്റ്റിച്ചിലോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 96 നിൽക്കുന്നതെങ്കിൽ 96 വട്ടം, അതായത് എല്ലാ സ്റ്റിച്ചിലോട്ടും ഓരോരോ ഡബിൾ ക്രോഷ്യ വീതം വെച്ച്, അതായത് നമ്മൾ ആ ഒരു ബേസ് ഫോം ചെയ്തിട്ട് മേളിലോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 3 റോ കൂടെ നോർമലി ചെയ്യുന്ന പോലെ ഡബിൾ ക്രോഷ്യ വീതം വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഞാൻ 36 സ്റ്റിച്ചസ് വെച്ചിട്ടാണ് നിർത്തിയത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുകളിലോട്ടാണ് ബിൽഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചെയിൻ 2 ഇടാം. ഇത് എല്ലാ റോയിൻ്റെ സ്റ്റാർട്ടിങ്ങും വേണം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് മുതൽ കൗണ്ട് ചെയ്ത് ചെയ്യണം, നമ്പർ തെറ്റണ്ട. ഓക്കെ, അപ്പോൾ 1 2 എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷ്യ കേട്ടോ. 3 4 35 and 36. റൈറ്റ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഇപ്പം തന്നെ ആ ഒരു ബേസിന് നമ്മുടെ മേളിലോട്ട് ബേസ് വരുന്നതായിട്ട് കാണാം അല്ലേ. ഇത് നമ്മൾ ഈ ഒരു സെക്കൻഡ് 2 ചെയിൻ ചെയ്തോടത്തേക്ക് നമ്മളിനി ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാണ്. ഇത് നമുക്ക് ഒരു 3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബേസ് കുറച്ചും കൂടെ തിക്നെസ്സിൽ വരും. അതായത് വലിയ ബാഗ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇത് ഞാൻ പക്ഷേ ഈ ഒരൊറ്റ ലെയറും കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ 3 വട്ടം കൂടെ ഈ പറഞ്ഞ പോലെ 96 ഡബിൾ ക്രോഷ്യേൻ്റെ റോ ചെയ്ത് ഇതിനെ ഒന്ന് ബേസ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് ചെറുതായതുകൊണ്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് കളറ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. നെക്സ്റ്റ് കളർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത് അയക്കുകയാണ്. അതിന് പകരം ജസ്റ്റ് ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. ഓക്കെ, ആ സ്ലിപ്പ് സ്റ്റിച്ച് എവിടെയാണോ ചെയ്തത് അങ്ങോട്ടേക്ക് ഞാൻ അടുത്ത സ്ലിപ്പ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ കളറ് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും സെക്യൂറായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു പാറ്റേൺ ആണ് ബിൽഡ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 1 2 3 ഈ 3 ചെയിൻ ഇട്ടു. 3 ചെയിൻ ഇട്ടിട്ട് ഞാൻ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ചെയിൻ 1 ഇടുക, പിന്നെ ആ സെയിം സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 1 2. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ, ആ ലീഫി പാറ്റേൺ ഫോമായി. ഓക്കെ, എല്ലാത്തിനും ടൈറ്റ് ചെയ്ത് വിടാം. അതിന് ശേഷം ഞാൻ ഇത് രണ്ടും ഒരുമിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പിന്നീട് സ്യൂ ചെയ്യണ്ട. റൈറ്റ്, ഇതിങ്ങനെ ഒരുമിച്ച് എൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാണ്. 1 2 3 സ്കിപ്പ് ചെയ്തിട്ട് ഈ സെയിം പാറ്റേൺ ആണ് 4th 1 ചെയ്യുന്നത്. സെയിം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയിൻ 3 ഇടണ്ട, പകരം ചെയിൻ 3നെ നമ്മൾ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യം തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ആയി. ചെയിൻ 1 ചെയ്യുക, പിന്നെയും 2 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഫോം ആവാൻ എന്താ വേണ്ടത്? 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യുക. അതിനുശേഷം 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, പിന്നെയും
ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 3 ചെയിൻ സ്കിപ്പ് ചെയ്തു, 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. കണ്ടോ, ഞാൻ കംപ്ലീറ്റ് ആ ഒരു സെയിം പാറ്റേൺ ചെയ്തതിന് ശേഷം ഈ ആദ്യം ചെയ്ത ചെയിൻ 3 ഇല്ലേ, അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പാറ്റേൺ ക്ലോസ് ആയി, അതായത് ആ ഒരു റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെയിൻ സ്പേസ് ഇല്ലേ, നമ്മളിപ്പോൾ ചെയിൻ 1 ഇട്ടിട്ട് നമുക്ക് എല്ലാ പാറ്റേണിൻ്റെയും ഉള്ളിലൊരു ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത് കൂടാണ്ട് നമ്മൾ ആ ചെയിൻ സ്പേസിലോട്ട് നെക്സ്റ്റ് റോ ബിൽഡ് ചെയ്യാൻ നമ്മൾ ചെയിൻ സ്പേസിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തി. അതിനുശേഷം ഈ നോർമലി ചെയ്ത പോലെ ചെയിൻ 3 ചെയ്യുക. എന്നിട്ട് ആ സെയിം ചെയിൻ സ്പേസിലോട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഈ സെയിം പാറ്റേൺ ആണ് കേട്ടോ ഇനി റിപ്പീറ്റ് ചെയ്ത് പോവുക. ഒരു ചെയിൻ 1 ഇടുക, പിന്നെ 2 ഡബിൾ ക്രോഷ്യ അതിലേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സെയിം പാറ്റേൺ ആയി. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് ആ ചെയിൻ സ്പേസിലോട്ടാണ്. അപ്പം ഇനിയിപ്പോൾ സ്കിപ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട. പകരം പിന്നെ അടുത്ത ചെയിൻ സ്പേസിലോട്ട്, അതായത് ഈ ഒരു ചെയിൻ സ്പേസ് അല്ല, പകരം ആ പാറ്റേണിൻ്റെ നടുക്കുള്ള ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, ആ ചെയിൻ സ്പേസിലോട്ട് പിന്നെയും ഈ നോർമൽ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അതായത് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പ്രോസസ്സ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സർക്കിളിൻ്റെ ആ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് മേളിലോട്ടാണ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ വലിയ ബാഗിന് വേണ്ടിയിട്ട് ചെയ്തത് 15 റോ ആണ്. ഇതിലേക്ക് പക്ഷേ എനിക്കൊരു 5 or 6 റോ ചെയ്ത് കഴിയുമ്പോൾ മതിയാവും. നിങ്ങൾക്ക് ഇനി എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റ്. ഇപ്പം ഞാൻ നോർമലി ആ 96 സ്റ്റിച്ചിൻ്റെ ബേസിൽ ചെയ്ത ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് 15 റോ ആണ് മുകളിലേക്ക് ഈ ഒരു കാരമൽ അല്ലെങ്കിൽ കാരമൽ ക്രീം കളറിൽ വെച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഇതിലാണല്ലോ എല്ലാ സ്റ്റിച്ചും ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഉപയോഗിക്കാം. ജസ്റ്റ് റിവേഴ്സിബിൾ ആണ്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ ബാഗ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ലാസ്റ്റ് റോ ജസ്റ്റ് വേറൊരു കളർ വരാൻ വേണ്ടിയിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തത്, പക്ഷേ ഞാൻ ആ ബ്രൗൺ വെച്ചിട്ടാട്ടോ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു നൂലുണ്ടാക്കുക, ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തത് ഈ ബ്രൗൺ ഷെയ്ഡാണ്. ഈ ബ്രൗൺ ഷെയ്ഡിൽ ജസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നീളം ഉണ്ടല്ലോ, അതായത് ഇത് കവർ ചെയ്യുന്ന നീളം, അതായത് ഇതും പ്ലസ് ഡബിൾ നീളം. ഓക്കെ, ഇത്രയും കവർ ചെയ്യുന്ന നീളം, ഒരു എക്സ്ട്രാ നീളം കൂടെ വരുന്ന അത്രയും ചെയിൻ സ്റ്റിച്ച് ഇടുക. എൻ്റെ വന്നിട്ട് ഒരു 62 ആണ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും അനുസരിച്ച് ചെയിൻ ഇടാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടെ നീളം ആവാം, അതായത് ഒരു 70 വരെ നീളം വരാം. ഞാൻ കറക്റ്റ് നമ്പർ നോക്കിയിട്ടല്ല ഇട്ടത്, നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ ബാഗിന് എത്ര വലിപ്പമാണോ ഉള്ളത് അതിൻ്റെ ഒരു ഡബിളും ഒരു 5 or 10 സെൻറ്റിമീറ്റർ കൂടുതലും കൂടെ അത്രയും ചെയിൻ ഇടുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 10 ചെയിൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ഇത്രയും നീളമാണ് വേണ്ടതെന്ന് വിചാരിക്കും. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാട്ടോ. ഇത്രയും നീളമാണ് വേണ്ടതെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ചെയിൻ വിടുക. അതിനുശേഷം ഈ ഒരു നെക്സ്റ്റ് സെക്കൻഡ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും, അതായത് 10 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സെക്കൻഡ് ചെയിൻ മുതൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കട്ടിയുള്ളൊരു ടൈ കിട്ടും. ഓക്കെ, ഇതിനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഉള്ള, അതായത് ലാസ്റ്റ് റോ ഉണ്ടല്ലോ, ആ ലാസ്റ്റ് റോയിൽ ഇടാണ്ട് അതിന് തൊട്ട് മുന്നത്തെ റോ മുതൽ, ഇപ്പം എൻ്റെ ഏകദേശം നടുക്ക് വരണത് ഇവിടെ ആയിട്ടല്ലേ, ഈ നടുക്കുന്ന മുതൽ ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. കണ്ടോ, നടുക്കുന്ന മുതൽ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ 6 ആഗിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ചെയിൻ സ്പേസിൻ്റെ ഗ്യാപ്പ്, ആ ചെയിൻ സ്പേസിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചുറ്റിയെടുക്കുക. ഓക്കെ, നമ്മൾ അത്രയും ഇൻസേർട്ട് ചെയ്ത് ഫൈനലി നമ്മുടെ നടുക്കെത്തിയില്ലേ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് ഇതിലേക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്യുക, ഇതൊന്ന് വലിക്കുക, എന്നിട്ട് ഇവിടെ ടൈ ചെയ്ത് വെക്കുക. അത്രയും സിമ്പിളാണിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഹാൻഡ് ബാഗിൻ്റെ സ്ട്രാപ്പ് ഉണ്ട്. ഓക്കെ, ആ സ്ട്രാപ്പാണ് ഞാൻ ഇതിലേക്ക് തൂക്കിയിടാൻ പോകുന്നത്, അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പാറ്റേണിൽ
ഒരു ഡബിൾ ക്രോഷയോ അല്ലെങ്കിൽ സിംഗിൾ ക്രോഷയോ ഒരു 2 ലെയർ വീതം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്രോഷ്യ വെച്ചിട്ട് തന്നെ ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ആ സ്ട്രാപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ മുന്നേ ബാഗ് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതേ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള റെഡിമെയ്ഡ് ബാഗ് വെച്ചിട്ട് റെഡിമെയ്ഡ് സ്ട്രാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത്രയും സിമ്പിളാണ് ഈ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനിതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിതിൻ്റെ വീഡിയോൻ്റെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.